ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്ക് ഡോർസ് ഓഫ് ഡെയറിംഗ് എന്നുള്ള പാഠവും അതിൻ്റെ കൂടെ അതിൻ്റെ ആക്ടിവിറ്റീസും നോക്കാം. നോക്കപ്പം കവിത നോക്കാമല്ലോ നമുക്ക്. ദ മൗണ്ടെയ്ൻസ് ദാറ്റ് എൻഫോൾഡ് ദ വെയിൽ വിത്ത് വാൾസ് ഓഫ് ഗ്രാനൈറ്റ് സ്റ്റീപ്പ് ആൻഡ് ഹൈ ഇൻവൈറ്റ് ദ ഫിയർലെസ് ഫുഡ് ടു സ്കെയിൽ ദ സ്റ്റേ വേ ടുവേർഡ്സ് ദ സ്കൈ. എന്താ ഇവിടെ പറയുന്നത് നോക്കൂ. മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ, എൻഫോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്യുക, പൊതിയുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഓക്കെ. വെയിൽ എന്ന് പറഞ്ഞാൽ വാലി, താഴ്വര. അപ്പോൾ എന്താണ്, താഴ്വരയ്ക്ക് ചുറ്റിലുമായിട്ട് പർവ്വതങ്ങളുണ്ട്. അതിനെ ചുറ്റിപ്പിടിഞ്ഞ പോലെ പർവ്വതങ്ങളുണ്ട്. അതെങ്ങനെയാണ്? ഗ്രാനൈറ്റാൽ ഉണ്ടാക്കിയ പർവ്വതങ്ങളാണ്. ഗ്രാനൈറ്റ് കൂടെ ഉണ്ടാക്കിയ പോലത്തെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള പർവ്വതങ്ങളാണ്, വാൾസാണ് അതിൻ്റെത്. സ്റ്റീപ്പ് ആൻഡ് ഹൈ, വളരെ ചെങ്കുത്തായിട്ടുള്ള, ചെരിഞ്ഞിട്ടുള്ളതും വളരെ ഹൈറ്റുള്ളതും ഉയരത്തിലുള്ളതുമായിട്ടുള്ള വാൾസാണ് അതിനുള്ളത്. എന്നിട്ടോ, ഇൻവൈറ്റ് ദ ഫിയർലെസ് ഫുഡ് ടു സ്കെയിൽ ദ സ്റ്റേ വേ ടുവേർഡ്സ് ദ സ്കൈ. എങ്ങനെയാണ്? ആകാശത്തിലേക്ക് ഭയമില്ലാത്തവർ, അതായത് ഭയമില്ലാത്ത ആളുകളോട് ആകാശത്തിലേക്ക് കയറി വരൂ എന്ന് പറയാൻ ആഹ്വാനം ചെയ്യുന്ന പോലെയാണ് അതിങ്ങനെ നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്, അല്ലേ? അതായത് നമ്മളോട് ജീവിതത്തിലെ കഠിനമായ വെല്ലുവിളികളെയൊക്കെ നേരിടുന്നതിനെ കുറിച്ചാണ് ഇവിടെ കവി പറയുന്നത് കേട്ടോ. ധൈര്യത്തോടു കൂടി മുന്നോട്ട് വരൂ എന്ന് പറയുന്നത് പോലെ, അങ്ങനെ വിളിക്കുന്നത് പോലെയാണ് ആ വാലിക്ക് ചുറ്റും, താഴ്വരയ്ക്ക് ചുറ്റും പർവ്വത നിരകളുള്ളത് എന്നാണ് ഇവിടെ കവി പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത സ്റ്റാൻസ് നോക്കൂ. ദ റെസ്റ്റ്ലെസ് ഡീപ്പ് ഡിവൈഡിങ് സീ ദാറ്റ് ഫ്ലോസ് ആൻഡ് ഫോംസ് ഫ്രം ഷോർ ടു ഷോർ കോൾസ് ടു ഇറ്റ്സ് സൺബേൺ ഷിവൽറി പുഷ് ഔട്ട് സെറ്റ് സെയിൽ എക്സ്പ്ലോർ. എന്താ പറയുന്നത്? ദ റെസ്റ്റ്ലെസ് ഡീപ്പ് ഡിവൈഡിങ് സീ. റെസ്റ്റ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താ? ശാന്തമല്ലാത്ത, അശാന്തമായ, അല്ലേ? കടലെങ്ങനെയാണ്? എപ്പോഴും ഒരിക്കലും ശാന്തമായിരിക്കില്ല, അതല്ലേ? അതിങ്ങനെ വേവ്സ്, തിരമാലകൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ശക്തിയിൽ പതയുണ്ടാക്കിക്കൊണ്ട് അത് എന്താണ്, തീരത്തേക്ക് വന്നും പോയിക്കൊണ്ട്, ഷോർ എന്ന് പറഞ്ഞാൽ തീരം, വന്ന് തീരത്തേക്ക് അടിക്കും, പിന്നെയും തിരിച്ചു പോകും. അതിങ്ങനെ ശക്തിയിൽ വന്നും പോയിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും റെസ്റ്റ് ഇരിക്കില്ല. അത് റെസ്റ്റ്ലെസ് ആണ് കടൽ. അതെന്താ ചെയ്യുന്നത് ആ കടൽ? അത് അതിൻ്റെ ഷിവൽറി, സൺബേൺ ഷിവൽറി വിളിക്കുകയാണ്. എന്താ സൺബേൺ ഷിവൽറി എന്നവിടെ ഉദ്ദേശിക്കുന്നത്? അത് കടലിലേക്കൂടി യാത്ര ചെയ്യുന്ന നാവികരുണ്ടാവും, അല്ലേ? ഒരിക്കലും അവർക്ക് റെസ്റ്റില്ല, അവരിങ്ങനെ ധീരത, കടലിലേക്കൂടിയുള്ള യാത്ര ചെയ്യാൻ അത്രയും ധൈര്യമാണ്. സോ അങ്ങനെയുള്ള ആൾക്കാരോട് പറയലാണ്, വരൂ, നിങ്ങൾ വരൂ, ഇനിയും വരൂ, നിങ്ങൾ ഇനിയും പുതിയ യാത്ര പുറപ്പെടൂ, കപ്പലിലേക്കൂടി പുതിയ യാത്ര പുറപ്പെടൂ, എന്നിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ എന്നാണ് പറയുന്നത്. എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് കണ്ടുപിടിക്കുക, കണ്ടെത്തുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇനിയും വരൂ എന്ന് കടൽ അവരെ മാടി വിളിക്കുന്നത് പോലെ തോന്നുന്നു. മൂന്നാമത്തെ സ്റ്റാൻസ് നോക്കൂ. ആൻഡ് ഓൾ ദ ബാസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ് that seem to prison and control are but the doors of daring set ajar before the soul. എന്താ ഇവിടെ പറയുന്നത് നോക്കൂ. അതായത് നമ്മളെ തടവിലാക്കുന്നു. ഫ്രെറ്റ് എന്ന് പറഞ്ഞാൽ വിഷമിപ്പിക്കുക, നമ്മളെ തടവിലാക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. നമ്മളെ തടവിലാക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്നു എന്ന് തോന്നുന്ന എല്ലാ തടസ്സങ്ങളും ഇവിടെ എന്താണ്? പ്രിസൺ എന്ന് പറഞ്ഞാൽ ജയിലിലിടുക, അല്ലേ? പ്രിസൺ എന്ന് പറഞ്ഞാൽ എന്താ? ജയിലാണ്. നമ്മളെ കൺട്രോൾ ചെയ്യുന്നു, പ്രിസണിലിടുന്നു, അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്നു, തടവിലാക്കുന്നു എന്നൊക്കെ തോന്നുന്ന ഈ തടസ്സങ്ങളൊന്നും യഥാർത്ഥത്തിൽ തടസ്സങ്ങളല്ല. അവ എന്താണ്? ആർ ദ ഡോസ് ഓഫ് ഡെയറിങ് സെറ്റ് അജാർ ബിഫോർ ദ സോൾ. അവയൊക്കെ ധൈര്യത്തിൻ്റെ വാതിലുകളാണെന്നാണ് പറയുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ മുമ്പിൽ, സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവ്, നമ്മുടെ ആത്മാവിൻ്റെ മുമ്പിൽ, അജാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പകുതി തുറന്ന അവസ്ഥയിലുള്ള ഒരു ഇതാണ്. ഓക്കെ. അങ്ങനെ പകുതി തുറന്ന എന്താണ്? പകുതി തുറന്ന വാതിലുകൾ പോലെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കലാണ് ആ അവസരങ്ങൾ എന്നാണ് നമ്മോട് പറയുന്നത്. ഓക്കെ. അതൊന്നും യഥാർത്ഥത്തിൽ തടസ്സങ്ങളല്ല, നമുക്ക് ധൈര്യത്തിൻ്റെ വാതിലുകളാണ്. നമ്മളോട് വരൂ, നിങ്ങളുടെ സാഹസങ്ങളും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യൂ, വെല്ലുവിളികൾ ധൈര്യത്തോടെ നേരിടൂ എന്ന് നമ്മോട് പറയുന്ന അവസരങ്ങളാണ് അവ എന്നാണ് പറയുന്നത്. അതൊന്നും യഥാർത്ഥത്തിൽ നമ്മളെ പേടിപ്പിക്കുന്ന കാര്യങ്ങളല്ല എന്നാണ് പറയുന്നത്. അതിലെ ക്വസ്റ്റ്യൻസ് നോക്കിയേ. ഹൗ ഡു ദ മൗണ്ടെയ്ൻസ് എൻഫോൾഡ് ദ വെയിൽ? എങ്ങനെയാണ് പർവ്വതങ്ങൾ വാലിയെ, താഴ്വരയെ എൻഫോൾഡ് ചെയ്തിരിക്കുന്നത്, ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ്? ദ മൗണ്ടെയ്ൻസ് സറൗണ്ട് ദ വാലി ഓൺ ഓൾ സൈഡ്സ്. എല്ലാ സൈഡിലും കൂടി ചുറ്റിപ്പെട്ടിരിക്കുന്നു. വിത്ത് ഹൈ ആൻഡ് സ്റ്റീപ്പ് റോക്സ്. വലിയ ഉയരത്തിലുള്ളതും ചെങ്കുത്തായതുമായിട്ടുള്ള പാറകൾ കൊണ്ടാണ് മുഴുവൻ എൻഫോൾഡ് ചെയ്തിരിക്കുന്നത്. വൈ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ദ മൗണ്ടെയ്ൻസ് ആസ് ദ സ്റ്റെയർവേ ടു ദ സ്കൈ? എന്തുകൊണ്ടാണ് കവി മൗണ്ടെയ്ൻസിനെ സ്റ്റെയർവേ എന്ന സ്റ്റെപ്പ്, അല്ലെ, ആകാശത്തിലേക്കുള്ള സ്റ്റെപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്? ബിക്കോസ് ദ മൗണ്ടെയ്ൻസ് ആർ വെരി ഹൈ, ക്ലൈംബിംഗ് ദം ഫീൽസ് ലൈക്ക് ഗോയിങ് അപ്പ് സ്റ്റെപ്സ് ടു ദ സ്കൈ. എന്താ പറയുന്നത്? മൗണ്ടെയ്ൻസ് വളരെ ഹൈയിലുള്ളതാണ്. സോ അതിൻ്റെ മേലെ കയറാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ സ്റ്റെപ്പ് കയറി അങ്ങ് മേലെ ആകാശത്തിൻ്റെയൊക്കെ കയറിപ്പോകുന്ന പോലെ, അല്ലേ? പുതിയ അവസരങ്ങൾ തേടി പോകുന്നത് പോലെയാണ് കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ സൺബേൺ ഷിവൽറി? സൺബേൺ ഷിവൽറി കൊണ്ട് എന്താണ് കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇറ്റ് മീൻസ് ബ്രേവ് ആൻഡ് അഡ്വഞ്ചറസ് സെയിലേഴ്സ് ഹു ട്രാവൽ അണ്ടർ ദ ഹോട്ട് സൺ. കവി ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതാണ്.
വളരെ ധൈര്യശാലികളും പിന്നെ അഡ്വഞ്ചറസ് യാത്ര അല്ലേ, സാഹസിക യാത്രകളൊക്കെ നടത്തുന്ന സെയിലേഴ്സ്, നാവികരെ കുറിച്ചാണ് ഇവിടെ കവി സൺബേൺ ഷിവൽറി എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ലൈൻസ് സജസ്റ്റ് ദാറ്റ് ലിമിറ്റ്സ് ക്യാൻ ബിക്കം ഓപ്പർച്യൂണിറ്റീസ്. ലിമിറ്റ്സ്, പരിധികളില്ല, അതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് പറയുന്ന ലൈൻസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. 4ാമത്തെ സ്റ്റാൻസ് നമ്മൾ പഠിച്ചത് അല്ലേ. ആൻഡ് ഓൾ ദ ബാസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ് ദറ്റ് സീം ടു പ്രിസൺ ആൻഡ് കൺട്രോൾ ആർ ബട്ട് ദ ഡോസ് ഓഫ് ഡെയറിങ് സെറ്റ് അജാർ ബിഫോർ ദ സോൾ. അതായത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, അതൊക്കെ നമുക്ക് അവസരങ്ങളാണ്, പകുതി തുറന്ന വാതിലുകളൊക്കെ നമ്മളുടെ അവസരങ്ങളാണ് എന്നാണ് പറയുന്നത്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോയറ്റ് വാണ്ട് us ടു ലുക്ക് അറ്റ് ലൈഫ്സ് ചലഞ്ചസ്. കവി നമ്മളോട് എങ്ങനെയാണ് ജീവിതത്തിലുണ്ടാകുന്ന ചലഞ്ചുകളെ, അതായത് വെല്ലുവിളികളെ നേരിടാൻ വേണ്ടി പറയുന്നത്. ദ പോയറ്റ് വാണ്ട്സ് ദ റീഡർ ടു സീ ലൈഫ്സ് ചലഞ്ചസ് ആസ് ഇൻവിറ്റേഷൻസ് ടു ബി ബ്രേവ്. എന്താണ്, അതൊക്കെ ധൈര്യശാലികളാവാനുള്ള സ്വാഗതം പോലെ, ഇൻവിറ്റേഷൻ പോലെയൊക്കെ അതുപോലെയാണ് കാണേണ്ടത്. പിന്നെ എക്സ്പ്ലോർ ആൻഡ് ഗ്രോ, എക്സ്പ്ലോർ ചെയ്യാൻ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഗ്രോ, വളരാനും വേണ്ടിയുള്ള കാര്യങ്ങളായിട്ടാണ് ഇൻവിറ്റേഷൻ ആയിട്ടാണ്, സ്വാഗത ലെറ്റർ അല്ലേ, നമ്മളെ ആശംസിക്കുന്ന, നമ്മളെ ക്ഷണിക്കുന്നത് പോലെയാണ് കാണേണ്ടത്. നോട്ട് ആസ് ബാരിയേഴ്സ് ഓർ ഫിയേഴ്സ്, അതൊന്നും നമ്മളുടെ തടസ്സങ്ങളായിട്ടോ അല്ലെങ്കിൽ പേടിയുള്ള ഒരു കാര്യങ്ങളായിട്ട് നമ്മളതിനെ കാണാൻ പാടില്ല എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഓക്കെ, അതിൽ 1ാമത്തെ ആക്ടിവിറ്റി നോക്കൂ. ഫൈൻഡ് സം ഫേമസ് കോട്ട്സ് അബൌട്ട് ബ്രേവറി ആൻഡ് കറേജ്. റൈറ്റ് ദം ബിലോ. യു ക്യാൻ സെർച്ച് ഓൺലൈൻ ഓർ റെഫർ ടു ബുക്സ്. അതായത് ബ്രേവറിയെക്കുറിച്ച്, ധൈര്യത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും കൊട്ടേഷൻസ്, കോഡ്സൊക്കെ നിങ്ങൾ നെറ്റിലോ അല്ലെങ്കിൽ മറ്റ് ബുക്കുകളൊക്കെ നോക്കി എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഒരു 3-4 തന്നിട്ടുണ്ട്, നോക്കൂ. ബ്രേവറി ഈസ് ബിലീവിങ് ഇൻ യുവർ സെൽഫ്. ബ്രേവറി, ധൈര്യം. എന്താണ് ബ്രേവറി എന്ന് പറയുന്നത്? നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നതാണ് ധൈര്യം എന്ന് പറയുന്നത്. എ ബ്രേവ് ഹാർട്ട് ക്യാൻ ഓവർകം എനി ഡിഫിക്കൽറ്റി. ധൈര്യമുള്ള ഹൃദയത്തിന് എന്ത് പ്രശ്നങ്ങളെയും നേരിടാനും കഴിയും. ബി ബ്രേവ്, ടേക്ക് റിസ്ക്സ്, നത്തിങ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ്പീരിയൻസ്. എന്താ പറയുന്നത്? ധൈര്യശാലികളാവും, റിസ്കുകൾ ഏറ്റെടുക്കൂ, നിങ്ങളുടെ എക്സ്പീരിയൻസിന്, അതായത് നിങ്ങളുടെ അനുഭവങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നിനുമാകില്ല എന്നാണ് പറയുന്നത്. കറേജ് ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ് ഈവൻ വെൻ യു ആർ അഫ്രൈഡ്. ധൈര്യം എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യം, നിങ്ങൾ പേടിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു 4 അവിടെ തന്നിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് എഴുതാവുന്നതാണ് കേട്ടോ. 2ാമത്തെ ആക്ടിവിറ്റി, ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം. ആൻഡ് ഓൾ ദ ബാസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ് ദറ്റ് സീം ടു പ്രിസൺ ആൻഡ് കൺട്രോൾ ആർ ബട്ട് ദ ഡോസ് ഓഫ് ഡെയറിങ് സെറ്റ് അജാർ ബിഫോർ ദ സോൾ. ഇവിടെ ഐഡൻറ്റിഫൈ ദ റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അറിയില്ലേ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്? ഒരേ സൗണ്ടിൽ എൻഡ് ചെയ്യണം അല്ലേ. ഫ്രെറ്റ്, സെറ്റ്, കൺട്രോൾ, സോൾ, അതൊക്കെയാണ് ഇവിടുത്തെ റൈമിംഗ് വേർഡ്സ്. ഇനി ഫൈൻഡ് ഔട്ട് ദ റൈം സ്കീം. ഇവിടുത്തെ റൈം സ്കീം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ലൈനും 3rd ലൈനും ഒരുപോലെയാണ്. ആൻഡ് ഓൾ ദ ബാസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ് ആർ ബട്ട് ദ ഡോസ് ഓഫ് ഡെയറിങ് സെറ്റ്. കണ്ടോ, ഫ്രെറ്റ്, സെറ്റ് വരുന്നുണ്ട്. അടുത്തതോ, ദാറ്റ് സീം ടു പ്രിസൺ ആൻഡ് കൺട്രോൾ അജാർ ബിഫോർ ദ സോൾ. കൺട്രോൾ, സോൾ, അവിടെയും ഒരുപോലെയാണ് ഇത് വരുന്നത്. സോ 1ാമത്തെ ലൈനും 3ാമത്തെ ലൈനും ഇവിടെ റൈം ചെയ്യുന്നു, 2ാമത്തെ ലൈനും 4ാമത്തെ ലൈനും സ്കീം ചെയ്യുന്നു, റൈം ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ സ്കീം എന്ന് ഉദ്ദേശിക്കുന്നത് AB എന്നാണ് കേട്ടോ. അടുത്ത 3ാമത്തെ ആക്ടിവിറ്റി നോക്കൂ. ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ദാറ്റ് അലിട്രേറ്റ് ഇൻ ദ ലൈൻസ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അലിട്രേറ്റ് എന്ന് പറയുന്നത് വേർഡ്സ് ബിഗിനിങ് വിത്ത് ദ സെയിം സൗണ്ട് ഓർ ലെറ്റർ ആണ്. ഓക്കെ, സെയിം സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകൾ അല്ലെങ്കിൽ സെയിം ലെറ്റർ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന വാക്കുകൾക്കാണ് അലിട്രേറ്റ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് അലിട്രേറ്റ് ആയിട്ടുള്ള വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ദ റെസ്റ്റ്ലെസ് ഡീപ്പ് ഡിവൈഡിങ് സീ that flows and foams from shore to shore, calls to its sunburned chivalry, push out, set sail, explore. ഇതൊക്കെ എവിടെ വരുമോ നോക്കൂ. ഡീപ്പ് ഡിവൈഡിങ്, രണ്ടിലും ഡി ആണ്. ഫ്ലോസ്, ഫോംസ്, രണ്ടും എഫ് വരുന്നുണ്ട്. ഷോർ ടു ഷോർ അല്ലേ, എസ് വരുന്നുണ്ട്, ഷാ എന്നുള്ള സൗണ്ടും വരുന്നുണ്ട്. പിന്നെ എന്താണ്, സെറ്റ് സെയിൽ വരുന്നുണ്ട് അല്ലേ. സോ അതൊക്കെയാണ് ഇവിടുത്തെ അലിട്രേറ്റ്. 4ാമത്തെ ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് ലൈൻസ്. ദ മൗണ്ടൻസ് ദറ്റ് എൻഫോൾഡ് ദ വെയിൽ വിത്ത് വാൾസ് ഓഫ് ഗ്രാനൈറ്റ് സ്റ്റീപ്പ് ആൻഡ് ഹൈ ഇൻവൈറ്റ് ദ ഫിയർലെസ് ഫുഡ് ടു സ്കെയിൽ ദെയർ സ്റ്റേ വേ ടുവേർഡ്സ് ദ സ്കൈ. ഇവിടെ എന്താ പറയുന്നത്? വി ഗെറ്റ് എ വിഷ്വൽ ഇമേജ് ഓഫ് ദ മൗണ്ടെയിൻസ്. ദേ ടെൽ us ഹൗ ദ മൗണ്ടെയിൻ ലുക്ക്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷ്വൽ, നമ്മുടെ മനസ്സിൽ നമുക്ക് ആ വാലി എങ്ങനെയാണ്, താഴ്വര ഉണ്ടാവുകയെന്നും ആ മൗണ്ടെയിൻസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വിഷ്വലി നമുക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. എ വിഷ്വൽ ഇമേജ് ഇൻ എ പോയം ഈസ് എ വിവിഡ് പിക്ചർ ഓഫ് വേർഡ്സ്. വേർഡ്സ് കൊണ്ട് വിഷ്വൽ ഇമേജ് ഉണ്ടാക്കുന്നതാണ്, അതിനാണ് ആ വിഷ്വൽ ഇമേജ്, ആ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. യെസ്, വിഷ്വൽ ഇമേജസ് മേക്ക് എ പോയം ബ്യൂട്ടിഫുൾ ആൻഡ് പവർഫുൾ. വിഷ്വൽ ഇമേജസ് അതാണ് നമ്മുടെ കവിതയെ
കൂടുതൽ പവർഫുൾ സ്ട്രോങ് ആക്കി മാറ്റുന്നത് അല്ലേ. നമുക്കൊരു കവിത വായിക്കുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ ശരിക്കും നമുക്ക് ആ ചിത്രം പതിയും. ഇവർ പറഞ്ഞ രീതിയാണല്ലോ, സ്റ്റീപ്പാണ്, ഹൈ ആണ്, ചുറ്റിപ്പണിഞ്ഞ് കിടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വന്നില്ല എങ്ങനെ ഒരു ചിത്രം. ഓക്കെ, ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതുപോലെ ഉണ്ടാവുക കേട്ടോ. ഇനി നമ്മളോട് ചെയ്യാൻ പറയുന്ന ആക്ടിവിറ്റി ഇതാണ്. ഫൈൻഡ് ഔട്ട് ദ വിഷ്വൽ ഇമേജസ് ഇൻ ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് ഡിസ്ക്രൈബ് ദം. ഈ താഴെ തന്നിരിക്കുന്ന ലൈൻസിലെ വിഷ്വൽ ഇമേജ് നമ്മളോട് ഗസ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയാണ് പറയുന്നത്, മനസ്സിലാക്കി എഴുതാൻ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. The restless deep dividing sea that flows and foams from shore to shore calls to its sunburnt chivalry, push out, set sail, explore. എന്താണ് ഇവിടുത്തെ, എങ്ങനെ നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റുക? പോയിട്ട് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അല്ലേ, നമുക്കൊരു ക്ലിയർ ആയിട്ടൊരു പിക്ചർ തരുന്നുണ്ട്. എങ്ങനെയാണ് സീ എന്ന് പറയുന്നത് വളരെ ഡീപ്പാണ്, ഡിവൈഡിങ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ, റെസ്റ്റ്ലെസ് ആണ്. ദ പോയറ്റ് ഗീവ്സ് us എ ക്ലിയർ പിക്ചർ ഓഫ് ദ സീ. ദ സീ ഈസ് ഡീപ്പ് ആൻഡ് റെസ്റ്റ്ലെസ്. പോയിട്ട് നല്ല കറക്റ്റായിട്ടുള്ളൊരു വിവരണമാണ് നമുക്കിവിടെ തരുന്നത് അല്ലേ. ഈ കടൽ എങ്ങനെയുള്ളതാണ്, വളരെ ആഴത്തിലുള്ളതാണ്, പിന്നെ റെസ്റ്റ്ലെസ് ആണ്, അശാന്തമാണ്, ശാന്തമായിട്ട് നിൽക്കുന്നതിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. വേവ്സ് മൂവ് ആൻഡ് ഫോം ഫ്രം വൺ ഷോർ ടു അനദർ. വേവ്സ്, തിരമാലകൾ ഇങ്ങനെ ഒരു തീരത്തു നിന്ന് മറ്റു തീരത്തേക്ക് അടിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലെ ഫോം ഉണ്ടാകുന്നുണ്ട്, ഇതിങ്ങനെ പതകളൊക്കെ ഉണ്ടായിക്കൊണ്ട് ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. The sea calls brave sailors to go on a journey. It invites them to set sail and explore new places. ധൈര്യശാലികളായ സെയിലേഴ്സിന്, നാവികരോട് യാത്ര തുടങ്ങാൻ വേണ്ടി വരുമെന്നും പുതിയ പുതിയ സ്ഥലങ്ങളിലും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി അവരെ ഇൻവൈറ്റ് ചെയ്യുന്ന പോലെയാണ് കവി പറയുന്നത്. അങ്ങനെ നമുക്കൊരു പിക്ചർ കവി കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു 4 വരിയിലെ കൂടി പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയൊരു പോയമാണ്, അതിൻ്റെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സീ യു, ബൈ.